ഹലോ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഡെലിഗേഷനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് എൻക്ലെക്സ് RNലും അതുപോലെ തന്നെ REXPLലും പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഡെലിഗേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിക്കാറുണ്ട്. സോ ഇതിൽ മെയിൻലി ആയിട്ട് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അവരൊരു 4 ലിസ്റ്റ് ഓഫ് പേഷ്യൻസ് തരും. ആ പേഷ്യൻറ്റിൽ ഏത് പേഷ്യൻറ്റിനെയാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇതുപോലെ തന്നെയാണ് ഡെലിഗേഷനിലും ചോദിക്കുന്നത്. സോ അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഡിസ്കഷനും നടക്കാം. അതോടെ ഡിപ്പെൻസ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് നമുക്ക് അതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്ലി നമുക്ക് പ്രയോറിറ്റൈസേഷനെ പറ്റി ഒന്ന് നോക്കാം. പ്രയോറിറ്റൈസേഷൻ മീൻസ് prioritizing is deciding which needs or problem require immediate action and which one could tolerate a delay in response until a later time because they are not urgent. ഇതിലായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്യൂ കിട്ടിയെങ്കിൽ 2-3 ഇഷ്യൂസ് നമ്മുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ അതിൽ ഏത് ഇഷ്യൂസിനെ നമ്മൾ ആദ്യം സോൾവ് ചെയ്യും അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും, ആ ഒരു ബേസിൽ അതിൻ്റെ പ്രയോറിറ്റി ഏത് ഇഷ്യൂവിനാണ് ആദ്യം നമ്മുടെ അറ്റൻഷൻ ആവശ്യമായിട്ടുള്ളത്, അതിൻ്റെ ബേസിസിൽ ആ ഇഷ്യൂസിനെ ഓരോന്നിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ക്രമീകരിക്കുന്നു. അതിനെയാണ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ പ്രയോറിറ്റൈസേഷൻ്റെ കുറേ റൂൾസ് എന്ന് തന്നെ പറയാം. എങ്ങനെ പ്രിൻസിപ്പിൾസ് എങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം, അതിന് കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ്സ് ചെയ്യുന്നുണ്ട്. ഒത്തിരി വേസ് അല്ലെങ്കിൽ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ABC, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ. ഇതിനകത്ത് എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതിൽ എയർവേ എന്ന് പറയുന്നത് ഏറ്റവും മെയിൻലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എയർവേ തന്നെ. കാരണം ഒരു പേഷ്യൻറ്റിൻ്റെ പേറ്റന്റ് എയർവേ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്രീത്തിങ് ആൻഡ് സർക്കുലേഷൻ പറയുന്നത്. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ CPR ആവശ്യമുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ, കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആവശ്യമായിട്ടുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ കംപ്രഷനിലായിരിക്കും. സോ നമ്മുടെ ABC നമ്മളപ്പം CAB ആകുന്നു, കംപ്രഷൻ എയർവേ ബ്രീത്തിങ് ആകും. സോ ABC ഓർ CAB അതൊരു പ്രയോറിറ്റൈസേഷനിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. നമ്മളെല്ലാം നഴ്സിംഗിന്റെ ഫണ്ടമെന്റൽ നഴ്സിംഗിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്ന ഒരു പോർഷൻ തന്നെയാണ് ഈ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്. എല്ലാവർക്കും ഓർമ്മ കാണും ഈ ഒരു പിരമിഡ്. അതിനകത്ത് ഏത് നീഡാണ് നമ്മൾ ആദ്യം മെറ്റാകേണ്ടത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പിരമിഡ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വീടിനെന്ന് പറയുന്നത് അവരുടെ ഒരു അടിത്തറയാണ് ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം നമ്മൾ ഒരു കെയറിൻ്റെ അടിത്തറയെന്ന് പറയുന്നത് അവരുടെ ഫിസിയോളജിക്കൽ നീഡ്സ് അത് ആദ്യം മീറ്റ് ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് വേണം സേഫ്റ്റി, അത് നെക്സ്റ്റ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, ദെൻ എസ്റ്റീം ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. സോ ഇതാണ് വേറൊരു പ്രയോറിറ്റൈസേഷൻ മെത്തേഡ്. അതിനിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഒരു പേഷ്യൻ്റ് ഡിസോറിയൻറ്റഡ് ആണ്, ഫോളിനുള്ള റിസ്ക് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പേഷ്യൻ്റ് പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം ആ പേഷ്യൻറ്റിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പേഷ്യൻറ്റിനെ കിട്ടി, ആ പേഷ്യൻറ്റിന് അനോറക്സിയ നെർവോസ എന്ന് പറയുന്നൊരു ഡിസീസ് കണ്ടീഷനാണ് ഡയഗ്നോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ഫിസിയോളജിക്കൽ നീഡാണ് ആദ്യം നോക്കുന്നത് റാദർ ദാൻ സൈക്കോളജിക്കൽ നീഡ്. അനോറക്സിയ നെർവോസ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിക് പ്രോബ്ലമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആണെങ്കിൽ പോലും അവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ആ പേഷ്യൻ്റെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് മീറ്റ് ചെയ്യാൻ നെക്സ്റ്റ് വിൽ ഗോ ഫോർ ദി സൈക്കോളജിക്കൽ തിങ്സ്. അടുത്തതായിട്ടെന്ന് പറയുന്നത് സ്റ്റെപ്സ് ഓഫ് നഴ്സിംഗ് പ്രോസസ്. നഴ്സിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് കംസ് വിത്ത് അസസ്മെൻറ്റ്, planning, implementation and evaluation. So as a nurse your priority will be assessment. ഏതൊരു പേഷ്യൻ്റെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയാലും എന്തൊരു ഡിസീസ് കണ്ടീഷനായിട്ട് വന്നെന്ന് പറഞ്ഞാൽ പോലും അസസ്മെൻ്റ് ഇല്ലാതെ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഏതൊരു പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആയിരിക്കണം, നമ്മൾ നഴ്സിംഗ് പ്രോസസ്സ് വെച്ച് ആ പ്രയോറിറ്റൈസേഷൻ ചെയ്യുകയാണെങ്കിൽ. സോ ഈ 3 കാര്യങ്ങളാണ് പ്രയോറിറ്റൈസേഷനിൽ മെയിൻലി പറയാനുള്ളത്.
അടുത്തത് നമ്മൾ കുറേ റൂൾസ് ഉണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുമ്പം. അത് മെയിൻലി ആയിട്ട് 3 റൂൾസ് ആണുള്ളത്. ഇതിൽ കൂടുതൽ റൂൾസ് ഉണ്ട്, പക്ഷേ ഞങ്ങൾ മെയിൻലി 3 റൂൾസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് അക്യൂട്ട് ബീറ്റ്സ് ക്രോണിക്. അക്യൂട്ട് ഇൽനെസ് ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ദാൻ ക്രോണിക് ഇൽനെസ്. രണ്ടാമത്തേന്ന് പറയുന്നത് പോസ്റ്റ് ഓഫ് ബീറ്റ്സ് മെഡിക്കൽ ആൻഡ് അതർ സർജിക്കൽ. അതർ സർജിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് ദ സർജറി ദാറ്റ്സ് ബീൻ ലോങ്ങർ ദാൻ 12 hours. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഫ്രഷ് പോസ്റ്റ് ഓഫ് പേഷ്യൻ്റ് ആയിരിക്കും വേറെ ഏത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ കണ്ടീഷനുമായിട്ട് കിടക്കുന്ന പേഷ്യൻറ്റിനെക്കാട്ടിലും പ്രയോറിറ്റൈസ്. കാരണം OTന്ന് ഒബ്സർവേഷൻ കഴിഞ്ഞ് നേരെ വരുന്ന പേഷ്യൻ്റ് 12 hours കഴിഞ്ഞിട്ടില്ല, അതിന് താഴെയാണ്. ആ പേഷ്യൻറ്റിന് ക്ലോസ്ലി ഒബ്സർവേഷൻ ധാരാളമായിട്ട് ആവശ്യമുണ്ട്. അപ്പം ബാക്കിയുള്ള പേഷ്യൻസിനെക്കാട്ടിലും പ്രയോറിറ്റി ആ പേഷ്യൻറ്റിന് പോകുന്നുണ്ട്. ഐ മീൻ ഫ്രഷ് പോസ്റ്റ് ഓഫ് പെയിൻ ആയിരിക്കും. ദെൻ അൺസ്റ്റേബിൾ ബീറ്റ്സ് സ്റ്റേബിൾ പേഷ്യൻ്റ്. അൺസ്റ്റേബിൾ ബീറ്റ്സ് സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കാണും, എന്തൊക്കെയാണ് സ്റ്റേബിൾ, എന്തൊക്കെയാണ് അൺസ്റ്റേബിൾ ആണുള്ളത്. അതിന് കുറേ എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പറയുന്നുണ്ട്. സ്റ്റേബിൾ മീൻസ് ക്രോണിക് ഇൽനെസ് ഉള്ളവർ, പോസ്റ്റ് ഓഫ് ഗ്രേറ്റർ ദാൻ 12 hours, റീജിയണൽ ഓർ ലോക്കൽ അനസ്തേഷ്യ, unchanged assessment, experiencing the typical expected sign and symptoms of the disease with which the patient was diagnosed and what they are receiving treatment for. Unstable എന്ന് പറയുമ്പോൾ use of word unstable itself means it's an unstable patient. Acute illness, post of less than 12 hours, general anesthesia, changing assessment, newly admitted or just arrived newly diagnosed patient, experiencing atypical sign and symptoms, hemorrhage, hypoglycemia, temperature of 104 and greater, pulselessness and breathlessness. ഇവരൊക്കെയാണ് നമ്മുടെ സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രയോറിറ്റൈസേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനിയും അതിനെപ്പറ്റി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. First question, the nurse is assigned to care for 4 clients. In planning clients round, which client should the nurse assess first? ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് 4 ക്ലയൻസിൻ്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. ഒരു നേഴ്സ് ക്ലയൻസ് റൗണ്ട്സിന് പോകുമ്പോൾ ഏത് പേഷ്യൻറ്റിനെയാണ് ഫസ്റ്റ്ലി അസസ് ചെയ്യേണ്ടത്? സോ ഇവിടെ നിന്ന് പറയുന്നത് 4 പേഷ്യൻസിനെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് പേഷ്യൻറ്റിനെയാണ് നഴ്സ് ഗോയിങ് ടു അസസ് ഫസ്റ്റ്? അവിടുത്തെ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് അവിടെ ഒരു മോഡിഫൈങ് ഒരു ഫ്രേസ് ഉണ്ട് അവിടെ കൊടുത്തേക്കുന്നത്. നേഴ്സ് അസസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം അസസ് ചെയ്യാൻ പോകുന്ന പേഷ്യൻറ്റിനെ ഏതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മോഡിഫൈങ് ഫേസസ് നിങ്ങൾക്ക് ധാരാളം NCLEX കാണാനുണ്ട്. സോ അത് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ മെയിൻ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മീൻസ് വിട്ടുപോകാതെ നമുക്കത് മനസ്സിലാവാൻ പറ്റുന്നതാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ അവർ പറഞ്ഞിരിക്കുന്നത് എ പോസ്റ്റ് ഓപ്പറേറ്റീവ് ക്ലയൻറ്റ് പ്രിപ്പയറിംഗ് ഫോർ ഡിസ്ചാർജ് വിത്ത് എ ന്യൂ മെഡിക്കേഷൻ, എ ക്ലയൻറ്റ് റിക്വയറിംഗ് ഡെയിലി ഡ്രസ്സിംഗ് ചേഞ്ച് ഓഫ് എ റീസെൻറ്റ് സർജിക്കൽ ഇൻസിഷൻ, എ ക്ലയൻറ്റ് ഷെഡ്യൂൾഡ് ഫോർ എ ചെസ്റ്റ് എക്സ്റേ ആഫ്റ്റർ ഇൻസേഷൻ ഓഫ് എ nasogastric tube, a client with asthma who requested a breathing treatment during the previous shift. സോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇതിനകത്ത് ഓപ്ഷൻസ് എങ്ങനെയാണ്. എ പോസ്റ്റ് ഓപ്പറേറ്റീവ് ക്ലയൻറ്റ് പ്രിപ്പയറിംഗ് ഫോർ ഡിസ്ചാർജ് വിത്ത് എ ന്യൂ മെഡിക്കേഷൻ. ഈ കേസിൽ നമ്മുടെ പ്രയോറിറ്റൈസേഷൻ ഇത് വെച്ച് നോക്കുമ്പം ഈ പേഷ്യൻറ്റ് ഫ്രഷ് പോസ്റ്റ് ഓഫ് അല്ല, ഓൾറെഡി ഡിസ്ചാർജ് ആകാൻ പോകുന്നു. അപ്പം നമ്മുടെ 12 hours നമ്മുടെ വിൻഡോയിലല്ല, അതൊരു സ്റ്റേബിൾ പേഷ്യൻ്റ് ആണ്, ഫ്രഷ് പോസ്റ്റ് ഓഫ് അല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്താലും ഒരു കുഴപ്പമൊന്നും ഇല്ല. കാരണം ഡിസ്ചാർജിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പേഷ്യൻ്റ് ആണ്. സോ ഹി ക്യാൻ ഓർ ഷീ ക്യാൻ വെയിറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ ക്ലയൻറ്റ് റിക്വയറിംഗ് ഡെയിലി ഡ്രസ്സിംഗ് ചേഞ്ച് ഓഫ് എ റീസെൻറ്റ് സർജിക്കൽ ഇൻസിഷൻ. പേഷ്യൻ്റ് ഈ കേസിൽ ഡെയിലി ഡ്രസ്സിംഗ് ചേഞ്ച് ആണ്, പിന്നെ സർജിക്കൽ ഇൻസിഷൻ ആണ്. സ്റ്റെറൈൽ ഡ്രസ്സിംഗ് ആയിരിക്കും വേണ്ടത്. അതെ. സോ പക്ഷേ നമുക്ക് ഇച്ചിരി വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല എന്ന് തോന്നുന്നു. Third one, client scheduled for a chest X-ray after insertion of nasogastric tube. മേ ബി പേഷ്യന്റിന് കുറച്ച് വെയിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം മേ ബി ഫീഡിന് വേണ്ടിയിട്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിപ്പറേഷന് വേണ്ടിയിട്ടാകാം സർജിക്കൽ. സോ പക്ഷേ കുറച്ച് നേരത്തെ തന്നെ വേണം, ഇച്ചിരി പ്രയോറിറ്റി ചെയ്യേണ്ടതാണ്. പക്ഷെ നമുക്ക് അടുത്ത ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. എ ക്ലയൻറ്റ് വിത്ത് ആസ്മ ഹു റിക്വസ്റ്റഡ് എ ബ്രീത്തിങ് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഷിഫ്റ്റ്.
സോ ഐ വിൽ ഗോ ഫോർ ദാറ്റ് വൺ ബിക്കോസ് ഈവൻ മീ. അവിടെ എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ് കോംപ്രമൈസ്ഡ് ആയിരിക്കുന്നത്. അതുമല്ല പ്രീവിയസ് ഷിഫ്റ്റിൽ ആ പേഷ്യൻറ്റ് ബ്രീത്തിങ് ട്രീറ്റ്മെൻറ്റ് ചോദിച്ച പേഷ്യൻ്റ് ആണ്. A client with asthma, a patient already asthma who requested a breathing treatment already in the previous shift. So it's already late ആണ്. So എനിക്ക് തോന്നുന്നത് nurse first has to go with this patient. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ 4. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The nurse has received the assignment for the day shift. After making initial rounds and checking all the assigned clients, which client should the nurse plan to care for first? ഇവിടെ ഒരു മോഡിഫൈങ് ഫ്രേസ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഫസ്റ്റ്. ഏത് പേഷ്യൻ്റിനായിരിക്കണം ഫസ്റ്റ് കെയർ കൊടുക്കുന്നത്? ദ നേഴ്സിന് 4 പേഷ്യൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇനീഷ്യൽ റൗണ്ട്സിലും ചെക്കപ്പിലും ഏത് പേഷ്യൻറ്റിനെയാണ് ആദ്യം നേഴ്സ് കാണാൻ പോകുന്നത്? നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എ ക്ലയൻറ്റ് ഹു ഈസ് ആംബുലേറ്ററി ഡെമോൺസ്ട്രേറ്റിംഗ് സ്റ്റഡി ഗെയ്റ്റ്. Second one is a post-operative client who has just received an opioid pain medication. Third one is a client scheduled for physical therapy for the first clutch walking session. Fourth one is a client with a white blood cell count of 14,000 and a temperature of 38.4 degrees Celsius. സോ ഇവിടെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ വൺ എ ക്ലയൻറ്റ് ഹു ഈസ് ആംബുലേറ്ററി ഡെമോൺസ്ട്രേറ്റിംഗ് സ്റ്റഡി ഗേറ്റ്. സോ ഈ പേഷ്യൻ്റ് ഒരു സ്റ്റേബിൾ പേഷ്യൻ്റ് ആണ്. സോ ഫസ്റ്റ് അസസ്മെന്റ് അതിലേക്ക് പോകണം എന്ന് തോന്നുന്നില്ല. അതെ. സെക്കൻഡ് വൺ എ പോസ്റ്റ് ഓപ്പറേറ്റീവ് ക്ലയൻറ്റ് ഹു ജസ്റ്റ് റിസീവ്ഡ് ആൻ ഒപ്പിയോയിഡ് പെയിൻ മെഡിക്കേഷൻ. പേഷ്യൻ്റ് കൺസിഡർ ചെയ്യേണ്ട പേഷ്യൻ്റ് ആണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻ്റ് ആണ്. ഒപ്പിയോയിഡ് പെയിൻ മെഡിക്കേഷൻ റിസീവ് ചെയ്ത പേഷ്യൻ്റ് ആണ്. സോ ക്ലോസ് ഒബ്സർവേഷൻ ആവശ്യമുണ്ട്. പക്ഷേ കാരണം പെയിനൊക്കെ ഒന്ന് സെറ്റിൽ ആവാൻ സാധ്യതയുണ്ട്. സോ വേറെയുള്ള ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ കൺസിഡർ ചെയ്യാം. തേർഡ് ഓപ്ഷൻ പറയുന്നത് എ ക്ലയൻറ്റ് ഷെഡ്യൂൾ ഫോർ ഫിസിക്കൽ തെറാപ്പി ഫോർ ദി ഫസ്റ്റ് ക്ലച്ച് വാക്കിംഗ് സെഷൻ. പേഷ്യൻ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഒരു സെഷൻ ആണ്. സോ മേ ബി എ സ്റ്റേബിൾ പേഷ്യൻ്റ്. The fourth one, a client with a white blood cells of 14,000. So it's beyond the normal rate. So the normal rate of white blood cells will be around 5,000 to 11,000. So this will be a bit higher side. And a temperature of 38.4. So it's a sign of infection. So I will go with this patient because this patient having a sign and symptom of in fever and white blood cells is elevated too. So I have to inform the doctor. So I'll go with that patient. We'll see the answer. Yeah. Our answer is 4. ഇതൊക്കെയാണ് പ്രയോറിറ്റൈസേഷനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഡെലിഗേഷൻ എന്ന് പറയുന്നത് എ ലൈസൻസ്ഡ് നേഴ്സ് ട്രാൻസ്ഫേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു എ പേഴ്സൺ ഹു ഈസ് കോമ്പിറ്റന്റ് ടു കംപ്ലീറ്റ് എ ടാസ്ക്. എന്ന് വെച്ചാൽ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സ് അവിടെ കുറച്ച് റെസ്പോൺസിബിലിറ്റി വേറെ ഒരു കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ ഇപ്പോൾ ഒരു ചാർജ് നേഴ്സ് കാണും, 2-3 രജിസ്റ്റേർഡ് നേഴ്സസ് കാണും, ഒരു PSW അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് കാണും. സോ ഇപ്പോൾ മേ ബി വാർഡ് യൂണിറ്റിൽ എന്തെങ്കിലും എമർജൻസി കാരണം കുറച്ച് തിരക്ക് വന്നു. അപ്പോൾ എല്ലാ വർക്കും കൂടെ ഒരു നേഴ്സിന് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചാർജ് നേഴ്സിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നേഴ്സിൻ്റെ ആ ടാസ്കുകൾ ഏതൊക്കെ പേഴ്സണിൽ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അവരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. അതിനെയാണ് ഡെലിഗേഷൻ പറയുന്നത്. ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്ന ആര്? ഡെലിഗേറ്റി. സോ അതിനെപ്പറ്റി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്? അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ടു ഫ്രീ അപ്പ് RN ടു കെയർ ഫോർ എ ക്രിട്ടിക്കൽ പേഷ്യൻറ്റ് ആൻഡ് കംപ്ലീറ്റ് അതർ വർക്ക്. എന്ന് വെച്ചാൽ നേഴ്സിന് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് മോസ്റ്റ് ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിനെ നോക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ആയിട്ടുള്ള അവർ മാത്രം കംപ്ലീറ്റ് ചെയ്യേണ്ട ചില ടാസ്കുകളുണ്ട്, അതവർക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുമ്പം അവിടുത്തെ പ്രോട്ടോകോൾസും അല്ലെങ്കിൽ അവിടുത്തെ പോളിസീസും നമ്മൾ ഫോളോ ചെയ്യണം. ഓരോ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ ഡെലിഗേഷൻ പോളിസീസ് വേറെ ആയിരിക്കും. അപ്പം നമ്മൾ അതും ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു.
പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് ഓൾ ടാസ്ക് ക്യാൻ ബി ഡെലിഗേറ്റഡ് ലൈക്ക് അസസ്മെന്റ്, ടീച്ചിങ്, പ്ലാനിങ് ആൻഡ് ഇവാലുവേഷൻ. സോ ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡിൽ വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് നഴ്സിന് എല്ലാ ടാസ്കുകളും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഒരു രജിസ്റ്റേർഡ് പ്രൊഫഷണലിലുള്ള ഒരാൾക്ക് മാത്രമേ എല്ലാ ടാസ്കിലെയും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ, ന്യൂലി അഡ്മിറ്റഡ് പേഷ്യൻ്റെ അസസ്മെന്റ് ചെയ്യണമെങ്കിൽ അതൊരു രജിസ്റ്റേർഡ് പ്രൊഫഷണലിസ്റ്റിന് മാത്രമേ പറ്റത്തുള്ളൂ. അതൊരു റീ അസസ്മെന്റ് ആണെങ്കിൽ അത് നമുക്കൊരു ലൈസൻസ് പ്രാക്ടിക്കൽ നഴ്സിന് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചിങ്, ഡിസ്ചാർജ് ടീച്ചിങ് അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇതെല്ലാം ഒരു രജിസ്റ്റേർഡ് നഴ്സിനാണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ റീടീച്ചിങ് ചെയ്യാൻ LPN സാധിക്കുന്നതാണ്. എക്സാമ്പിൾ നമുക്ക് പറയാം, ഇപ്പൊ ഒരു ന്യൂലി അഡ്മിറ്റഡ് പേഷ്യന്റ് ആദ്യമായിട്ടൊരു ഇൻസുലിൻ പെൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. ആ കേസിൽ നമുക്ക് രജിസ്റ്റേർഡ് നഴ്സ് തന്നെ വേണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. പക്ഷേ നെക്സ്റ്റ് ഡേ അതിനെപ്പറ്റി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഒരാളിപ്പം കുറെ നാളായിട്ട് ഇൻസുലിൻ പെൻ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുകയാണ്, അപ്പം അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണമെങ്കിൽ ഒരു ലൈസൻസ് പ്രാക്ടിക്കൽ നഴ്സിന് സാധിക്കുന്നതാണ്. ഓക്കെ. അതുപോലെ തന്നെ പ്ലാനിങ്, ഏതൊരു പേഷ്യൻസിന്റെയും എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് മൊഡ്യൂൾസ് ന്യൂലി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്ലാൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവാലുവേഷൻ ഫസ്റ്റ്ലി ഇവാലുവേറ്റ് ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കും. റീ ഇവാലുവേഷൻ ഒരു LPN സാധിക്കുന്നതാണ്. ഇതിന്റെ ചില റൈറ്റ്സ് ഓഫ് ഡെലിഗേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ടാസ്ക്, റൈറ്റ് പേഴ്സൺ, right circumstances, right direction and communication, and right supervision. റൈറ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ അത് റൈറ്റ് ടാസ്ക് ആയിരിക്കണം. കാരണം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള കോമ്പറ്റൻസി അല്ലെങ്കിൽ അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലാണ് ഈ ടാസ്ക് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്ക് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് റൈറ്റ് പേഴ്സൺ. റൈറ്റ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന ഒരു RN ഡെലിഗേറ്റ് ചെയ്യുന്ന ടാസ്ക്, അത് ഡെലിഗേറ്റ് ചെയ്യുന്ന ഡെലിഗേറ്റി എന്ന് പറയുന്ന ആള് റൈറ്റ് പേഴ്സൺ ആയിരിക്കണം. അവർക്ക് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രാക്ടീസ് അവർക്ക് അറിയാം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ. റൈറ്റ് അടുത്തെന്ന് പറയുന്നത് റൈറ്റ് സർക്കംസ്റ്റൻസസ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനല്ല, ഞാൻ പണ്ടുള്ള സിറ്റുവേഷനാണ് പറയുന്നത്, RN മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. അത് RNന്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. LPN ഇത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ സ്റ്റേബിൾ വേഴ്സസ് അൺസ്റ്റേബിൾ പേഷ്യൻസ്, RN സ്റ്റേബിൾ പേഷ്യൻറ്റും അൺസ്റ്റേബിൾ പേഷ്യൻറ്റിനെയും കെയർ ചെയ്യാം. പക്ഷേ LPN only stable patients. Then right direction or communication എന്ന് പറയുന്നത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന ടാസ്ക് ഏത് പേഴ്സണിലേക്കാണോ കൊടുക്കുന്നത് അത് ആ പേഷ്യന്റിന് കമ്മ്യൂണിക്കേഷന്റെ എല്ലാ റൂൾസും അലോ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്, ആക്യുറേറ്റ് ആൻഡ് ഇൻ എ കൺസൈസ് മാനർ. ഓക്കെ. ആൻഡ് റൈറ്റ് സൂപ്പർവിഷൻ എന്ന് പറയുമ്പം ഇത് നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്ന ടാസ്ക് നമ്മൾ ലാസ്റ്റിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. കാരണം അറ്റ് ലാസ്റ്റ് at the end of the day you will be responsible for the task what you delegate. So RN ആണ് എല്ലാ ടാസ്കിലെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. അതുപോലെ തന്നെ ആ ടാസ്ക് കറക്റ്റ് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തതെന്ന് അവർ മേക്ക് ഷുവർ ചെയ്യണം. അതാണ് ഈ റൈറ്റ് സൂപ്പർവിഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. കുറച്ച് പോയിന്റ്സ് ആണ് നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത് ഡെലിഗേഷൻ്റെ പ്രയോറിറ്റൈസേഷൻ്റെ കാര്യം പറയുമ്പോൾ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പിക്ക് ദ ലീസ്റ്റ് ഇൻവേസീവ് ഓപ്ഷൻ ഫസ്റ്റ്. നമ്മളെപ്പോഴും ലീസ്റ്റ് ഇൻവേസീവ് ആയിരിക്കണം നമ്മൾ ആദ്യമായിട്ട് പിക്ക് ചെയ്യാൻ പോകുന്നത്. എന്ന് പറയുന്നത് ഇൻവേസീവ് ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള ഓപ്ഷൻ ഫസ്റ്റ്ലി ട്രൈ ചെയ്യണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇൻവേസീവിലേക്ക് പോകേണ്ടത്. ഫോർ എക്സാമ്പിൾ, non-pharmacological interventions before medications, like in case of a pain medication
നമുക്ക് പറയാം ഒരു പെയിൻ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു നോൺ ഫാർമക്കോളജിക്കൽ ഒരു മൊഡാലിറ്റി അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് അവിടെ ട്രൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ കംഫർട്ടബിൾ പൊസിഷൻസ് കൊടുക്കാം, ഹോട്ട് ഓർ കോൾഡ് ആപ്ലിക്കേഷൻസ്, ഡൈവേർഷൻ തെറാപ്പി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോൺ ഫാർമക്കോളജിക്കലായിട്ടുള്ള ഇന്റർവെൻഷൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് റിസോൾവ് ആയില്ലെങ്കിൽ മാത്രം നമുക്ക് ഫാർമക്കോളജിക്കൽ മൊഡാലിറ്റീസിലേക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ ഫാർമക്കോളജിക്കൽ മൊഡാലിറ്റീസിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വിൽ ഗോ ഫോർ ദി നോൺ ഒപ്പിയോയിഡ് അനാൽജസിക്സ്, ദെൻ ഗോ ഫോർ ദി ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ടൈലനോൾ നമ്മളിപ്പോൾ ഒരു മോർഫിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ടൈലനോൾ അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് റിസോൾവ് ആകുമോ നോക്കുക, ഇല്ലെങ്കിൽ വിൽ ഗോ ഫോർ ദി മോർഫിൻ വൺ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി, ദാറ്റ് ഈസ് PT, ഫിസിയോതെറാപ്പി ഓർ ഓക്യുപേഷണൽ തെറാപ്പി ബിഫോർ സർജറി. ഇതെന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേഷൻ പേഷ്യൻറ്റിനെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വൺ ഈസ് യൂസ് ദ റീസ്ട്രെയിൻസ് ആസ് എ ലാസ്റ്റ് റിസോർട്ട്. ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് അഗ്രസീവ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഒരു എന്താ പറയുക, ഒരു നമ്മൾ കോൾ ബെൽ വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് സൂപ്പർവിഷൻ വെക്കുക. ഇതൊക്കെ ഫെയിൽ ആവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ റീസ്ട്രെയിൻസ് യൂസ് ചെയ്യത്തുള്ളൂ. ദെൻ ഡെലിഗേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എ രജിസ്റ്റേർഡ് നഴ്സ് ഈസ് പ്ലാനിങ് ദ ക്ലയൻറ്റ് അസൈൻമെൻറ്റ് ഫോർ ദ ഡേ, വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അസൈൻമെൻറ്റ് ഫോർ ആൻ അസിസ്റ്റീവ് പേഴ്സണൽ ഓർ AP. സോ ഇവിടെ നമ്മൾ മെയിൻലി നോക്കേണ്ടത് ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഡെലിഗേറ്റ് ചെയ്യുവാണ് അവരുടെ വർക്ക്. അത് കൊടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? അസിസ്റ്റീവ് പേഴ്സണലിനാണ്. സോ അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ള കാര്യമായിരിക്കണം അവരെ ഡെലിഗേറ്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഏത് അസൈൻമെൻ്റ് ആയിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ക്ലയൻറ്റ് റിക്വയറിംഗ് കൊളോസ്റ്റമി ഇറിഗേഷൻ, എ ക്ലയൻറ്റ് റിസീവിംഗ് കണ്ടിന്യൂസ് ട്യൂബ് ഫീഡിങ്സ്, a client who requires urine specimen collection, a client with difficult swallowing food and fluids. So first one എന്ന് പറയുന്നത് a client requiring colostomy irrigation. So കൊളോസ്റ്റമി ഇറിഗേഷൻ്റെ സമയത്ത് നമുക്കൊരു രജിസ്റ്റേർഡ് നഴ്സിൻ്റെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഒരു ലൈസൻസ് പ്രാക്ടിക്കൽ നഴ്സിൻ്റെ സൂപ്പർവിഷൻ ആവശ്യമാണ്. അതൊരു അസിസ്റ്റീവ് പേഴ്സണിന് ചെയ്യാൻ പാടില്ല. പക്ഷേ അവിടെ ഒരു കൊളോസ്റ്റമി ചേഞ്ച് അല്ലെങ്കിൽ എംറ്റിങ് വല്ല ആയിരുന്നെങ്കിൽ അതൊരു അസിസ്റ്റീവ് പേഴ്സണിന് ചെയ്യാവുന്ന ഒരു ടാസ്ക് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് റിസീവിങ് എ കണ്ടിന്യൂസ് ട്യൂബ് ഫീഡിങ്. അതെന്ന് പറയുന്നത് ഒരു രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ലൈസൻസ് പ്രാക്ടിക്കൽ നഴ്സിന് ചെയ്യാൻ അവരുടെ സ്കോപ്പ് വരുന്നതാണ്. അതൊരു അസിസ്റ്റീവ് പേഴ്സണിന് ചെയ്യാൻ പറ്റില്ല. സോ അപ്പം 1ഉം 2ഉം നമ്മുടെ ആൻസർ അല്ല. നമുക്ക് 3 and 4 നോക്കാം. 3 എന്ന് പറയുന്നത് ക്ലയൻറ്റ് ഹു റിസീവ്സ് എ യൂറിൻ സ്പെസിമെൻ കളക്ഷൻ. ഐ തിങ്ക് ഇതെന്ന് പറയുന്നത് ഇതായിരിക്കും ആൻസർ. കാരണം യൂറിൻ കളക്ഷൻ എന്ന് പറയുന്നത് അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ വരുന്നതാണ്, ആരുടെ? അസിസ്റ്റീവ് പേഴ്സണലിൻ്റെ. ബട്ട് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ഇവിടെ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ യൂറിൻ സ്പെസിമെൻ കളക്ഷൻ അവിടെ ഒരു ഫോളി കത്തീറ്റർ വെച്ചാണെങ്കിൽ അതൊരു രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സിൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ വരുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് റിക്വയർ യൂറിൻ സ്പെസിമെൻ കളക്ഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. So might be a good option for a AP. And 4th one എന്ന് പറയുന്നത് എ ക്ലയൻറ്റ് വിത്ത് എ ഡിഫിക്കൽട്ടി swallowing ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്. ഇതെന്ന് പറയുന്നത് അവര് ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട് ഈ പേഷ്യന്റിന് ഡിഫിക്കൽട്ടി ഇൻ swallowing ദ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ്. സോ ദിസ് swallowing ഡിഫിക്കൽട്ടി ഉള്ള ഒരു പേഷ്യന്റിനെ ഓൾവേസ് അണ്ടർ എ സൂപ്പർവിഷൻ വിത്ത് ദി രജിസ്റ്റേർഡ് നഴ്സ് ഓർ എ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്, നമ്പർ 3 ആണ്. എ ക്ലയൻറ്റ് ഹു റിക്വയർസ് യൂറിൻ സ്പെസിമെൻ കളക്ഷൻ. നമ്മുടെ ആൻസർ ഈസ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the nurse employed in a long-term care facility is planning assignment for the clients on a nursing unit. The nurse need to assign 4 clients and has licensed practical nurse and 3 assistive personnel on a nursing team. Which client would the nurse most appropriately assign to the licensed practical nurse? അവിടുത്തെ ഒരു മോഡിഫൈങ് ഫ്രേസ് എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് അസൈൻ ടു എ ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്. ഒരു ലോങ് ടേം കെയർ ഫെസിലിറ്റി ആണ് അവരാണെങ്കിൽ അസൈൻമെൻറ്റ് പ്ലാൻ ചെയ്യുന്നു ആ ഒരു യൂണിറ്റിലെ. അവിടെ എന്ന് പറയുന്നത് 4 clients ആണുള്ളത്. നഴ്സ് നീഡ്സ് ടു അസൈൻ 4 clients ആൻഡ് ഹാസ് ഒരു ആപ്പിയൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ് ഉണ്ട്, 3 അസിസ്റ്റീവ് പേഴ്സണൽ ഉണ്ട്. അങ്ങനെ 4 പേരാണുള്ളത്, 4 clientsഉം ഉണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഏത്
ക്ലയൻറ്റിനെ ആയിരിക്കും ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സിന് അസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ ക്ലയൻറ്റ് ഹു റിക്വയർസ് എ ബെഡ് ബാത്ത്, an older client requiring frequent ambulation, a client who requires hourly vital sign measurements, a client requiring abdominal wound irrigation and dressing change every 3 hours. So first patient എന്ന് പറയുന്നത് a client who requires a bed bath. അവിടെ പേഷ്യൻസ് കണ്ടീഷനോ അല്ലെങ്കിൽ എന്താണ് സിറ്റുവേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേബിൾ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു എ ക്ലയൻറ്റ് ഹു റിക്വയർസ് എ ബെഡ് ബാത്ത്. സോ അതെന്ന് പറയുന്നത് ഒരു അസിസ്റ്റീവ് പേഴ്സണലിന് ചെയ്യാവുന്ന ഒരു ടാസ്ക് ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ആൻ ഓൾഡർ ക്ലയൻറ്റ് റിക്വയറിങ് ഫ്രീക്വൻറ്റ് ആംബുലേഷൻ. സോ പ്രായമുള്ള ഒരു വ്യക്തിയാണ്, അവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ആംബുലേഷൻ ആവശ്യമാണ്. പക്ഷേ ഫ്രീക്വന്റ് സൂപ്പർവിഷൻ വേണമെന്നൊന്നും ഓപ്ഷനകത്ത് പറയുന്നില്ല. സോ ദിസ് ക്യാൻ ബി ഡൺ ബൈ എന്ന് പറയുന്നത് അസിസ്റ്റീവ് പേഴ്സണലിന്റെ ഡെലിഗേറ്റ് ചെയ്യാവുന്ന ഒരു ടാസ്ക് ആണ്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് എ ക്ലയൻറ്റ് ഹു റിക്വയർസ് അവേർലി വൈറ്റൽ സൈൻ മെഷർമെൻറ്റ്സ്. സോ അവേർലി വൈറ്റൽ സൈൻ മെഷർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ അസിസ്റ്റീവ് പേഴ്സണിൻ്റെ അവരുടെ സ്കോപ്പിൽ വരുന്നതാണ് വൈറ്റൽ സൈൻസ് മോണിറ്ററിങ്. സോ ഐ തിങ്ക് ദിസ് ക്യാൻ ബി ഡൺ ബൈ ആൻ assistive personnel. But the third option is the client requiring abdominal wound irrigation and a dressing change every 3 hours. ഇതൊരു abdominal wound irrigation ആണ്, അതുപോലെ തന്നെ dressing change every 3 hours. So this has to be done by a licensed practical nurse. So our answer will be the fourth one, a client requiring abdominal wound irrigation and a dressing change every 3 hours. So ഇതാണ് നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡെലിഗേഷനെ പറ്റി ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് കുറച്ച് പോയിന്റ് ഉണ്ട്, അത് നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം അത് ഫസ്റ്റ് പോയിന്റ് എന്താണ് നമുക്ക് നോക്കാം. ഓൺലി കോൾ ദ HCP, ദാറ്റ് ഈസ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഇഫ് ദർ ഈസ് നത്തിങ് ദാറ്റ് ദ നഴ്സ് ക്യാൻ ഡു ഫോർ യുവർ പേഷ്യൻറ്റ്. എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറിനെ ഇൻഫോം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അത് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ HCPനെ ഇൻഫോം ചെയ്യും. HCP എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡർ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറയാം, ഡോക്ടറിനെ ഇൻഫോം ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് ആൻ ഇമ്മീഡിയറ്റ് ഇൻ്റർവെൻഷൻ യു ക്യാൻ ടേക്ക് ടു ഹെൽപ്പ് ഡു ദാറ്റ് ഫസ്റ്റ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ഇന്നോവേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുകയാണ്, അപ്പം ആദ്യം നമുക്ക് വി ക്യാൻ ടേക്ക് എ വൈറ്റൽ സൈൻസ് ഓൺ ദാറ്റ് പേഷ്യൻറ്റ്, ദെൻ വി ക്യാൻ ഇൻഫോം ദ HCP. If there are any variants we can contact the HCP. And the last point എന്ന് പറയുന്നത് the nurse remain legally responsible for the task they are delegating for their client's total care during the shift and may be held liable for delegating inappropriately. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ at the end of the day you will be responsible for the task that you are delegating. നിങ്ങൾ എന്ത് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർവിഷനിൽ എന്ത് ടാസ്ക് പെർഫോം ചെയ്യുന്നോ ആ ടാസ്കിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നഴ്സ് റിമെയിൻ ലീഗലി റെസ്പോൺസിബിൾ ഫോർ ദി ടാസ്ക് ദേ ആർ ഡെലിഗേറ്റിംഗ് ഫോർ ദി ക്ലയൻറ്റ്സ് ടോട്ടൽ കെയർ ഡ്യൂറിംഗ് ദി ഷിഫ്റ്റ് ആൻഡ് മേ ബി ഹെൽഡ് ലയബിൾ ഫോർ ഡെലിഗേറ്റിംഗ് ഇൻഅപ്രോപ്രിയേറ്റ്ലി. അതിൽ എന്ത് തെറ്റ് വന്നാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ നഴ്സിനായിരിക്കും. സോ ദീസ് 3 ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഞങ്ങൾക്ക് പറയണമെന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നിയ 3 പോയിന്റ്സ് ആണ്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഡെലിഗേഷനെ പറ്റി ഞങ്ങൾക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ് NCLEX RNലും അതുപോലെ തന്നെ REXPNലും. സോ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിനെ ഡിപ്പെൻസ് ചോദിക്കാറുണ്ട്. ഈവൻ ഞങ്ങൾ NCLEX RN എഴുതിയപ്പോഴും എനിക്കും ഒരു പ്രയോറിറ്റൈസേഷനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. സോ എനിക്ക് തോന്നുന്നു എല്ലാ ക്വസ്റ്റ്യനകത്തും ഒരു പ്രയോറിറ്റൈസേഷൻ ഡെലിഗേഷൻ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെപ്പറ്റി എന്തെങ്കിലും ക്വയറീസ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് താഴെ ബയോയിൽ
ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മളത് ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.